ഡോക്ടർ, ഈ പി സി ഒ ഡിയും പി സി ഒസും ഡയഗ്നോസിസ് ആസ്പെക്റ്റിലൊന്ന് പറയാമോ? എല്ലാ പി സി ഒ ഡി കേസുകളും പി സി ഒ എസ് ആവണമെന്നില്ല. നേരെ മറിച്ച് 90% പി സി ഒ എസ് കേസിലും പി സി ഒ ഡി ഉണ്ടാവും. ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് അൾട്രാസൗണ്ടാണ്. അൾട്രാസൗണ്ടിൽ പോളിസിസ്റ്റിക് ഓവറീസ് കാണാം, അതായത് ഇമ്മച്വറായിട്ടുള്ള ഫോളിക്കിൾസ് കാണാം. ഇനി ബ്ലഡിൻ്റെ ടെസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ പി സി ഒ എസിലെ എല്ലാ രോഗികളിലും ഈ ഫാസ്റ്റിംഗ് ഇൻസുലിൻ ലെവല്, ഗ്ലൂക്കോസ് ലെവല്, പിന്നെ തൈറോയ്ഡ് ഹോർമോൺ ലെവല്, ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ ലെവൽ, ഇതെല്ലാം അധികമായിട്ട് മാറ്റങ്ങൾ കാണാം. അതിൻ്റെ ഭാഗമായിട്ട് ക്ലിനിക്കൽ സിംറ്റംസ് ആയിട്ടുള്ളത് നമ്മൾ മെൻസസ് ഇല്ലാതിരിക്കുക. ചിലപ്പോൾ മാസങ്ങളോളം മെൻസസ് ഉണ്ടാവില്ല, ചിലപ്പോൾ മാസങ്ങളായി നേരത്തെ അടുപ്പിച്ചടുപ്പിച്ച് ഇറഗുലറായിട്ട് വരാം. അതായത് നേരത്തെ മെൻസസ് വരുന്ന അവസ്ഥ വരാം. അതിൻ്റെ കൂടെ തന്നെ പുരുഷന്മാർക്കുണ്ടാകുന്ന പോലെ രോമവളർച്ച കൂടാം. അത് മുഖത്തായാലും ശരീരത്തിന് മറ്റു ഭാഗത്തായാലും. അതുപോലെ തന്നെ രോമം പൊഴിയുന്ന അവസ്ഥ വരാം, രോമത്തിൻ്റെ കട്ടി കുറഞ്ഞ അവസ്ഥ വരാം. പിന്നെ ഹൈപ്പർ കെരാറ്റോസിസ് എന്നുള്ള അവസ്ഥ, പ്രത്യേകിച്ച് കറുപ്പ് പാടുകൾ കഷത്ത്, ശരീരത്തിൻ്റെ കഴുത്തിൻ്റെ ഭാഗങ്ങളിലൊക്കെ കാണാം. ഇതെല്ലാം എല്ലാ ക്രൈറ്റീരിയാസും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് പി സി ഒ എസ് ആണോ പി സി ഒ ഡി ആണോ എന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ വെറും ഒരു എന്താ പറയുക, നമ്മളെ ഒരു അൾട്രാസൗണ്ട് സ്കാൻ മാത്രം വെച്ചിട്ട് നമുക്ക് പി സി ഒ ഡിയും പി സി ഒ എസും തമ്മിൽ നമുക്ക് ക്രൈറ്റീരിയ വെച്ചിട്ട് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റില്ല.